ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോനിത്? നീ എന്തായി കാണിക്കുന്നത്? എന്നോട് ചോദിക്കാതെയാണോ എന്റെ കല്യാണം തീരുമാനിക്കുന്നത്? ആരെങ്കിലും ചൂണ്ടി കാണിച്ചിട്ട് കെട്ടിക്കൊള്ളാൻ പറഞ്ഞ അതെല്ലാം അനുസരിക്കാൻ ഞാനെന്താ അടിമയൻ? ദിസ് ഇസ് മൈ ലൈഫ്. ഇതൊന്നും സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് മനസ്സിലായി, നിന്റെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും. പക്ഷെ പൂർണിമ പറയുന്നതിനൊക്കെ സമ്മതം മൂളി നിൽക്കുകയല്ലേ നിന്റെ അച്ഛൻ? അതെ, ഞാനങ്ങനെ നിൽക്കുന്നതേ പൂർണിമയുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. അവളുടെ തീരുമാനത്തിന്റെ മഹത്വമൊന്നും പറയാൻ നിക്കണ്ട. ഒരിക്കൽ അവൾ എല്ലാവരും എതിർത്ത് അവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തതല്ലേ? അതിന്ന് കിട്ടിയ ഒരു കൊച്ചിനെയും കൊണ്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്നത് കണ്ടില്ലേ? അതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ പൃഥ്വിക്ക് വേണ്ടി അവിടെ ഒരു ആലോചന കൊണ്ടുവരുമ്പോ മോശമായതൊന്നും കൊണ്ടുവരില്ല. ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പൂർണിമ എന്തെങ്കിലും ചെയ്യൂ. ദേ, അതുകൊണ്ട് വെറുതെ എതിർക്കാൻ നിൽക്കണ്ട. അതാർക്കും നല്ലതിനല്ല. എന്ത് കഷ്ടം ഇത്! എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഏതേലും ഒരുത്തി എന്റെ തലയിൽ കെട്ടി വെക്കാമെന്ന് ആരും കരുതണ്ട. ഇല്ല മോനെ, നിന്റെ സമ്മതം ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. തൽക്കാലം അവള് തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഇത് മുടക്കേണ്ട സമയമാകുമ്പോ നമുക്ക് വേണ്ടത് ചെയ്യാം. സത്യാണോ നാത്തുന് ഇത്? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമ തന്നെയാണോ വിളിച്ചത്? ആ TV ചാനലൊക്കെ ഉള്ള ആള്? അതെ നാത്തൂനെ, എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വാ, അവര് നമ്പർ മാറി വിളിച്ചതാണെന്നാ ഞാനും കരുതിയത്. പിന്നെ അവര് വിളിച്ചത് എന്നെ തന്നെയാണെന്നും കല്യാണം ആലോചിക്കുന്നത് നമ്മുടെ അഷിതമോൾക്ക് വേണ്ടിയാണെന്നും തീർത്ത് പറഞ്ഞു. ഇതുപോലൊരു മഹാഭാഗ്യം വേറെ വരാനില്ല. നമുക്കൊന്നും സ്വപ്നം മൂലം കാണാൻ പറ്റാത്ത കുടുംബല്ലേ ഇത്? അതെ, എല്ലാം എന്റെ മോളുടെ ഭാഗ്യം. ഈ കല്യാണം ഒരു തടസ്സവും ഇല്ലാതെ നടന്ന 1001 വീട് തെണ്ടിച്ച് ദേവേട്ടനെ കൊണ്ട് പളനിമല ചവിട്ടിക്കാന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ മൂത്തവളായ ദുർഗ ഇരിക്കുമ്പോ എങ്ങനെയാ ഇളയവളായ അഷിതമോളുടെ കല്യാണം നടത്തുന്നേ? ദേവേട്ടൊരു അമ്മ അത് സമ്മതിക്കോ? ഇനി അഥവാ അവർ സമ്മതിച്ചാൽ തന്നെ ആ ജയശ്രീ നമ്മുടെ കുടുംബത്തിലുണ്ടാക്കിയ മാനക്കേടിനെ പറ്റി പൂർണിമയും വീട്ടുകാരും അറിഞ്ഞാ കഴിഞ്ഞില്ലേ എല്ലാം? എങ്ങനെ ഞാൻ ഈ വിവാഹം നടത്തും ഗിരിജെ? അതിനുവേണ്ടി കുടുംബത്തിനെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ആ ജയശ്രീയെക്കുറിച്ചും അവളുടെ ഐശ്വര്യം കെട്ട മകളെക്കുറിച്ചും ഞാൻ പൂർണിമയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മറച്ചുവെക്കും. അതിന് ദേവേട്ട സമ്മതിക്കോ? എത്രയൊക്കെ പറഞ്ഞാലും ദേവേട്ടന്റെ മൂത്ത മോളല്ലേ ദുർഗ? ദേവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം.